എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പൊരു കാര്യം, എല്ലാവർക്കും ഹാപ്പി ദീപാവലി. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ദീപാവലി സ്പെഷ്യൽ സാധനമാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ മധുരമുള്ള സ്വാദിഷ്ടമായ ഒരു എന്തോ പറയുന്നത് ലഡു. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് എന്തോ വെച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ നുറുക്ക് ഗോതമ്പാണ്. അപ്പോൾ ഇത് നമ്മൾ കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. വെള്ളമൊക്കെ വാർന്ന് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് വേണം നമ്മുടെ പരിപാടി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമ്മുടെ സ്ഥിരം കഥാപാത്രം നമ്മുടെ ചീനച്ചട്ടിയിലാണ്. ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. നമ്മുടെ ഫ്രൈ പാൻ ആയാലും മതി, കട്ടി വേണമെന്നുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് കരിയാൻ സാധ്യതയില്ല. അപ്പോഴേ ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ഒന്ന് ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. റോസ്റ്റ് ചെയ്ത് ഇളക്കി കൊടുക്കണം. പിന്നെ തീ കുറച്ച് ഏറ്റവും ചെറുതായിട്ട് വെക്കാവുള്ളൂ. ഈ സാധനത്തിൻ്റെ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് അടിക്കും. അതെ, അപ്പൊ ഇത് നനഞ്ഞിരിക്കുന്ന കൂടെ പെട്ടെന്ന് അടിക്ക് പിടിക്കും. പക്ഷെ നമ്മള് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കഴുകി ഉണക്കി വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഇതിപ്പോ നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി അതെ വെള്ളം വാർന്ന് എടുത്തതേ ഉള്ളൂ. അതെ, ഒരു നമ്മുടെ അരിപ്പയ്ക്കകത്ത് വെച്ചിട്ട് വെള്ളം വാർന്നെടുത്തതാണ്. അപ്പൊ ഇത് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് റോസ്റ്റ് ചെയ്യണം. അപ്പൊ അതാണ് വെള്ളമയം എല്ലാം അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു 3-4 മിനിറ്റ് എടുക്കും ഒന്ന് റെഡിയായി വരാനായിട്ട്. അപ്പൊ അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി കാണാം. അപ്പൊ ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ, അല്ല അടി പിടിച്ചത്. നമ്മുടെ ഗോതമ്പ് റെഡിയായി വരുന്നുണ്ട്. അപ്പൊ നമുക്കിനി അടുത്തൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ ഒരു നമ്മുടെ പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെച്ച് വെള്ളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് ഇപ്പൊ നമ്മുടെ സ്റ്റൗ ഉണ്ടല്ലോ പെട്ടെന്ന് കത്തും. കാര്യം പുതിയതാണ്. അല്ല, നേരത്തെ ഉണ്ടല്ലോ കിടത്തിയാല് കിടത്തുമില്ല, കത്തിച്ച കത്തത്തുമില്ല. തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അസുഖങ്ങൾ. അങ്ങനെ നമ്മളെ നീണ്ട 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പുതിയത് വാങ്ങിയിട്ടുണ്ട്. ദീപാവലി സ്പെഷ്യൽ ഇപ്പൊ ഇച്ചിരി ഓഫറൊക്കെ ഉണ്ട് ദീപാവലി. അല്ലെങ്കിലും ഉണ്ടല്ലോ ഇവിടുത്തെ ഈ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഒരു സമയമാണ് ദീപാവലി. ഇതുണ്ടല്ലോ നല്ല മണം വരുന്നുണ്ട്. ഈ നെയ്ക്കകത്ത് വറുത്ത് വരുമ്പോഴത്തേനും നല്ല മണം വരുന്നുണ്ട്. അപ്പോഴേ അത് സെറ്റാകുമ്പോഴത്തേനും നമ്മൾ എന്തിനാ വെള്ളം വെച്ചെന്ന് വെച്ചാല് മധുരം വേണ്ടേ. അപ്പൊ മധുരത്തിന് നമ്മൾ പഞ്ചസാര ഇല്ല. സാധാരണ ലഡു ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് കൂടുതലും പഞ്ചസാര യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ ശർക്കരയാണ്. ഇത് നമ്മൾ ശർക്കര പൊടി, അതുപോലെ തന്നെ നമുക്ക് ഇപ്പം മാർക്കറ്റിലൊക്കെ പാക്കറ്റിൽ കിട്ടുമല്ലോ സാധനം, ആ സാധനമാണിത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് ഇതിനൊന്ന് പാനിയൊക്കെ എടുക്കണം. നമ്മുടെ ഈ ഇത് വേകാനും മാത്രമുള്ള വെള്ളം വെക്കണേ. നമ്മൾ എത്രമാത്രം നുറുക്ക് ഗോതമ്പ് എടുക്കുന്നത് വെച്ചാൽ അത് വേകാനും മാത്രമുള്ള വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇനി ഇതെടുക്കാൻ ഞാൻ സ്പൂൺ മറന്നുപോയി. സ്പൂൺ എടുക്കാം. ഇത് വെച്ചാൽ എടുത്താൽ പോരെ, എല്ലാം ഒന്ന് തന്നെ എടുക്കാൻ. ഇളക്കി നമുക്ക് പിന്നെ അത് പാനിയാക്കി എടുക്കണം. അതാണ് നമ്മുടെ പിന്നെ പൊടി ആയതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ആയിക്കോളും. പിന്നെ തരിയൊന്നും ഇല്ല. ഇതുണ്ടല്ലോ ഈ എന്താണ് മണ്ണും കല്ലും ഒന്നും ഇല്ലാത്ത ഞാൻ ഈ ഇതിന്റെ ഗോതമ്പിന്റെ സ്റ്റൗ അങ്ങ് നിർത്തിയേ. റെഡി ആയിട്ടുണ്ട്. ഇനി ഒത്തിരി ആവണ്ട. അപ്പൊ ഒന്നുകൂടെ ഇളക്കി കൊടുത്തണം. കാര്യം അത്യാവശ്യം ചട്ടിന് ചൂടുള്ളതുകൊണ്ട് ചിലപ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇതിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നതായിരിക്കും നമുക്ക് ആരോഗ്യത്തിന് നല്ലത്. അപ്പൊ നമുക്ക് വേറൊരു പാത്രം ഇട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം. നമ്മുടെ ശർക്കര ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പാനിയായിട്ടുണ്ട് സാധനം. നമ്മളപ്പോൾ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് ഇത് നമ്മളൊരു കട്ടൻ ചായ പോലെ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മുടെ ഇത് വറുത്ത സാധനം നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയായിരുന്നു. അപ്പോൾ ഇനി ബാക്കി പരിപാടി നമ്മൾ ഇതിനകത്ത് തന്നെയാണ്. അപ്പം അടുത്ത പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം കിട്ടുക. അപ്പൊ ഇനി നമുക്കിത് കത്തിച്ചിട്ട് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോ വളരെ എളുപ്പമുള്ള പരിപാടികളാണ്. അതെ, ഇത് സംഭവം നല്ല സിമ്പിൾ ആണ് കേട്ടോ. ഈ സംഭവം പിള്ളേർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം. ഇഷ്ടപ്പെടുകയും ചെയ്യും, നല്ല ആരോഗ്യമുള്ള. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളൂ. അതിനേക്കാളും നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശർക്കരയൊക്കെ ചേർത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. പഞ്ചസാര ഇതിപ്പോഴേ പുതിയ സ്റ്റൗ ആയതുകൊണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ശർക്കര കുറേശ്ശായിട്ട് നമുക്ക് ഒഴിക്കാതെ കട്ട കെട്ടിപ്പോകും കേട്ടോ. കട്ടയും കിട്ടും. നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് പതുക്കെ ഇത് നന്നായിട്ട് വേഗണം കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ വെള്ളം എടുക്കണം നമ്മള്. ഇത് വേവിച്ചിട്ടുള്ള സാധനമാണ്.
ഇതാണല്ലോ നമുക്കിതിന് കളർ ഇപ്പൊ നമ്മളിതിനകത്ത് കളറൊന്നും ആർട്ടിഫിഷ്യലായിട്ട് ചേർക്കുന്നൊന്നുമില്ല കേട്ടോ. ഇതിപ്പോ കറുത്ത കളറേ വരും. അതെ, ഇതിന് പ്രത്യേകിച്ച് കളറൊന്നും ഇല്ല. കാര്യം നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ് കളറൊക്കെ ചേർക്കും. ഇപ്പൊ നമ്മളിപ്പോൾ കളർ ചേർക്കേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ സ്വാഭാവികമായി അതിന്റെ നിറത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കുന്നതിനോട് നമുക്ക് വലിയ ഒരു താല്പര്യമില്ല അല്ലേ? കാര്യം പതുക്കെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് റെഡിയാണ് ഈ സാധനം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിനകത്ത് കുറച്ച് നമ്മുടെ അതെ പൊടിക്കൈകളുണ്ട് ഇതിനകത്ത്. എന്നാലേ ഉണ്ട് ആ ലഡുവിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് വരുന്നത്. പതുക്കെ ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കുക. നല്ലതായിട്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോഴല്ല ഈ പഞ്ചസാര നമ്മുടെ ശർക്കര പാനിയുണ്ട്, ഇതിങ്ങനെ വലിച്ച് എടുക്കും. അപ്പം വീണ്ടും വീണ്ടും ഒഴിച്ചു കൊടുക്കുക. നല്ല മണമാണ് ഈ ശർക്കരയിൽ ഇത് ചെയ്യുമ്പോഴത്തേക്ക്. ഈ എന്താ പറയുക, നമ്മുടെ ഈ ദീപാവലി സമയത്താണല്ലോ നമ്മളിവിടെ ഈ വീടിനോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ സ്വീറ്റ്സ് കടകളാണ്. അപ്പോൾ അവർ ഇതെന്തോ ഈ ദീപാവലി ആകുന്നതിന് ഒരാഴ്ച മുമ്പേ തന്നെ ഫ്രണ്ടിലോട്ട് കുറച്ച് ഇതൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡിസ്പ്ലേ, ഭയങ്കര കച്ചവടമാണ്. ഇന്നലെ വൈകുന്നേരമൊക്കെ പുതിയ പുതിയ ഐറ്റംസ്. മധുരം ആണ് ദീപാവലിയുടെ ഒരു മെയിൻ ഐറ്റം. അത് എന്താ പറയുക, നമ്മൾ ഈ ഓണത്തിനൊക്കെ നമ്മൾ ഉപ്പേരിയൊക്കെ പുറത്ത് എല്ലാവരും കൊടുക്കത്തില്ലേ, അതുപോലെ വീടുകളിലൊക്കെ എല്ലാവരും ഉണ്ടല്ലോ, കൂടുതൽ ആൾക്കാരെ ഉണ്ട്. അവരവരുടെ വീടുകളിൽ തന്നെ അടുത്ത വീടുകളിലൊക്കെ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. അതെ, ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഗിഫ്റ്റ് പാക്കറ്റ് ആയിട്ട് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ അങ്ങനെ വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കി അവര് വീട്ടുകാർക്കും സ്വന്തക്കാർക്കും റിലേറ്റീവ്സിനും എല്ലാം കൊടുക്കും. സംഭവം ഒരാഴ്ചത്തെ ആഘോഷമാണ് ദീപാവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ ആഘോഷം എന്ന് പറഞ്ഞാൽ ആഘോഷം തന്നെയായിരിക്കും. എല്ലാവരും സന്തോഷവും ആഘോഷവും പൊട്ടിച്ച്. അതെ, അവിടെ ജാതിയോ മതമോ എല്ലാവരും ആഘോഷിക്കും. അപ്പൊ നമ്മള് പൈസ ഒന്നും നോക്കത്തൊന്നുമില്ല. അവരെ എല്ലാ കാര്യത്തിനും വേണ്ടിട്ട് അങ്ങ് സന്തോഷമായിട്ട് അങ്ങ് ആഘോഷിക്കുക. ആഘോഷം കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി നമുക്ക് ഓണത്തിന് ബോണസ് കിട്ടുന്നത് ഇവിടെ ദീപാവലിക്കാണ് ബോണസ്. പിന്നെ പുതിയ ഡ്രസ്സും ആഭരണങ്ങളും സ്വർണവും വളയും മാലയും എല്ലാം വാങ്ങിച്ച് സന്തോഷം. അതാണ് അതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. ഇന്ന് വൈകുന്നേരം ഉണ്ടല്ലോ, നാളെയാണ് ദീപാവലി. അപ്പം ഇന്ന് വൈകുന്നേരം അസാധ്യ തിരക്കുവാണ്. മാർക്കറ്റിലൊന്നും നമുക്ക് അടുക്കാൻ പറ്റില്ല, അതുപോലെ തിരക്കാണ്. ട്രാഫിക് ബ്ലോക്കും. ഒഴിക്കട്ടെ, ഒഴിക്കുന്നതനുസരിച്ച് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി നന്നായിട്ട് വേഗണം ഈ സാധനം, എന്നാലേ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ ഗോതമ്പ് വയറുവേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട്. വരത്തില്ല, എന്നാലും നമ്മളുടെ ഒരു നല്ലതായിട്ട് വെന്തെടുക്കണം. അപ്പോഴേ ഇളക്കി ഒരു പരുവാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് സംഭവം. വെള്ളമൊക്കെ വറ്റി. അപ്പൊ ഇനി ഇതിന്റെ അതിട്ട് നമുക്ക് അടുത്ത ഐറ്റം ചേർത്ത് കൊടുക്കണം. നെയ്യ് അത് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ അല്ലെങ്കിൽ ഉണ്ടല്ലോ എല്ലായിടത്തും ആകത്തില്ല. ഇത് നമ്മൾ കുറേശ്ശെ നമുക്ക് ചേർത്ത് പയ്യെ ഇളക്കി നമ്മളെ ഈ ഇതിൻ്റെ അകത്തില്ലേ, ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് വലിച്ചെടുക്കണം. ആ ഒരു രീതിയിൽ നമ്മൾ കുറേശ്ശെ ഇട്ടിങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അകത്തോട്ട് കയറുകയും ചെയ്യും. എന്നാലും ഒത്തിരി നെയ്യുടെ ആവശ്യമില്ലതാണ്. ഇപ്പൊ നന്നായിട്ട് സംഭവം എന്താ പറയുക, വെന്തു നല്ല റെഡി ആയിട്ടുണ്ട് സാധനം. ആ നെയ്യ് അങ്ങോട്ട് ചേർത്ത് കഴിയുമ്പോൾ അതിന്റെ ആ ഒരു മണമുണ്ട്. അറിയാൻ പറ്റത്തില്ല കേട്ടോ, അതുപോലത്തെ സാധനം. വലിയ പാത്രമാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്കിത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും. നമ്മൾ ചെറിയ ചീനച്ചട്ടിക്കകത്തായതുകൊണ്ട് നമുക്കുള്ളതല്ലോ ഈ അടി ഇച്ചിരി കട്ടിയുള്ളൊരു പാത്രം ഇതാവുള്ളത്. അപ്പൊ പിന്നെ അതിൻ്റെ അകത്ത് ആയിക്കോട്ടെ പരിപാടി നമ്മൾ വെച്ചതാണ്. ട്രഡീഷണലി കൈമാറി വന്ന സാധനം. അപ്പം പിന്നെ നമ്മൾ ബഹുമാനത്തോടു കൂടി ഉപയോഗിക്കുന്നത്. അതന്നെ. അപ്പം നമുക്ക് കുറേശ്ശേ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ആകെ 10 ഗ്രാം നെയ്യ് എടുത്തിട്ടുണ്ട്. അതിന്റെ ആവശ്യമേ ഉള്ളൂ, ഒത്തിരി നെയ്യുടെ ടേസ്റ്റ് മുന്നേ നെയ്ക്കും താല്പര്യം കാണുന്നില്ല. അപ്പം നമ്മുടെ സംഭവമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളുണ്ടല്ലോ ചുക്ക് പൊടിയാണ്. നമ്മൾ ചുക്ക് സാധാരണ നമ്മുടെ ചുക്കില്ലേ, അത് നമ്മൾ പൊടിച്ചെടുത്ത ഒരു ചെറിയ പീസ്. ഏലക്ക വേണേലും ഇടാം കേട്ടോ, ഏലക്ക വേണേലും പൊടിച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ചേർക്കാം. അത് തന്നെ കുറച്ചൊരു സിമ്മിലാ വെച്ചിരിക്കുന്നത്. നമ്മളെ തീയെ കൂട്ടിയിട്ടില്ല. സ്വാഭാവികമായ രീതിയിൽ വെന്ത് വരുന്നത് അകം ശരിക്കും വേഗത്തിൽ, എന്നിട്ട് പുറം മാത്രം ഇങ്ങനെ വെന്ത പോലെ ഇരിക്കും. മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങ, കിസ്മിസ് കിസ്മിസ് ചേർത്ത് കൊടുക്കുക.
ഇപ്പൊ കറുത്ത നിറത്തിലോ വെളുത്ത നിറത്തിലോ ഏത് വേണോ ചേർക്കാൻ. നമ്മുടെ ഇപ്പൊ ഈ നിറത്തിലേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മളത് ചേർക്കുന്നുള്ളൂ. നമ്മുടെ പൊടിച്ചു വെച്ച നമ്മുടെ അണ്ടിപ്പരിപ്പ്. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ചേർക്കാം, അതൊക്കെ ഓപ്ഷനാണ്. മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ കപ്പലണ്ടി, അങ്ങനെ ചേർക്കാം. എള്ള് വേണേൽ ചേർക്കാം, എന്താണെങ്കിലും ചേർക്കാം. ഇപ്പൊ നമ്മളെ കശുവണ്ടിയും കൂടെ ചേർത്തു. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ലെമൺ ഇവിടെ എല്ലാവരും ആകണം. അതാണ് നമ്മുടെ പരിപാടി. ഇനി നമുക്ക് തീ അങ്ങ് നിർത്താം. ഇനി ഇതൊന്ന് പകുതി ആറിയതിന് ശേഷം വേണം നമ്മുടെ ലഡു ആക്കിയെടുക്കാൻ. നമ്മുടെ കൈയെല്ലാം പൊള്ളി. അത് ശർക്കര അല്ലേ, ശർക്കര ഉരുക്കിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. ചൂടാണല്ലോ. ഇത് നമ്മളിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്താലും ഒരു 1-2 മിനിറ്റോടെ ഒന്ന് ഇളക്കി കൊടുക്കണേ. കാര്യം ചട്ടിക്ക് അത്യാവശ്യം ചൂടുള്ളതല്ലേ, നല്ല ചൂടാണ് ചട്ടിക്ക്. അപ്പൊ അതൊന്ന് ഇനി ഇതൊന്ന് പകുതി ഒന്ന് തണുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കി നമുക്ക് എല്ലാവർക്കും കൂടെ ദീപാവലി അങ്ങ് ആഘോഷിക്കാം. നല്ല മണവും വരുന്നുണ്ട്, അടിപൊളി. ഇപ്പൊ തണുക്കട്ടെ കേട്ടോ. നമ്മുടെ സംഭവം കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇപ്പൊ ഒരു മീഡിയം, അതായത് ഒരുപാട് അങ്ങ് തണുത്ത് പോരുത് കേട്ടോ. നമുക്കത് കൈ തൊടാൻ പറ്റുന്ന ഒരു പരുവത്തില്, ആ ഒരു രീതിയിലാകുമ്പോ നമുക്ക് അടുത്ത പരിപാടി ഉരുട്ടണം. കയ്യിൽ ഇച്ചിരി നെയ്യ് തേക്കുക. എണ്ണ വേണേലും തൂക്കാം, പക്ഷെ നെയ്യ് തന്നെ തേക്കുന്നതാണ് നല്ലത്. കാരണം നമ്മള് നെയ്യല്ലേ ഉപയോഗിച്ചത്, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നമുക്ക് ചെറിയ ചെറിയ ബോളാക്കി നമുക്ക് പാത്രത്തിൽ നിരത്തി വെക്കണം. നമ്മുടെ ഈ എന്താ പൂരിക്കൊക്കെ നമ്മൾ ബോൾ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ നമുക്ക് ഇതാക്കണം. ഇപ്പൊ നല്ല കറക്റ്റ് ബോൾ ഇപ്പൊ പിടിക്കാൻ പറ്റും, ആ ഒരു പരുവത്തിൽ കിട്ടി. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ആർട്ടിസ്റ്റിക് ആയിട്ട് നമുക്ക് അതിന്റെ ബോളിന്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ, കൈയുടെ വലിപ്പം അനുസരിച്ച്. ഇതിപ്പോ നമ്മള് കളർ ചേർക്കാതെ ശർക്കര ചേർത്തോണ്ടാണ് ഈ ഒരു നിറത്തിലിരിക്കുന്നത്. നമ്മളിപ്പോ കളർ ചേർത്ത് പഞ്ചസാര ചെയ്യുവാണെങ്കിൽ ഓറഞ്ച് കളറോ അല്ലെങ്കിൽ റെഡ് കളറോ പച്ച കളറോ പല കളറിൽ ഈ സാധനം നമുക്ക് ബേക്കറികളിൽ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാം. പക്ഷെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക് മാക്സിമം കളറൊന്നും ചേർക്കാതെ എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, പേടിക്കാതെ നമുക്ക് കഴിക്കാം. അത്ര ഉണ്ടാവും. അപ്പൊ ഇതിന് നമ്മളിത് മുഴുവൻ സാധനം നമുക്കിങ്ങനെ ഉരുട്ടി നമുക്ക് ബോളാക്കി എടുക്കണം. ഇതങ്ങനെ പെട്ടെന്ന് ചീത്തയാവുന്ന സാധനമൊന്നുമല്ല കേട്ടോ. അതെ, നല്ലതായിട്ട് നമുക്ക് നല്ലൊരു ഡബ്ബയില് അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേണം ഫ്രിഡ്ജിൽ വെക്കാം. അത് ചീത്തയായി പോകാന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. കാര്യം കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാലേ ഈ ആഘോഷവേളകളിലൊക്കെ ഒരുപാട് പേര് നമുക്ക് വിരുന്നൊക്കെ വരുമല്ലോ, അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് മുഴുവനൊന്ന് നമുക്ക് ഉരുട്ടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ ഉരുട്ടി ഇത് 5-6 ആയിട്ടുണ്ട് സംഭവം. അപ്പോൾ ഇത് കുറച്ച് നേരം എടുക്കും ഉരുട്ടി എടുക്കാനായിട്ട്. ഇത് അത്യാവശ്യം നമ്മൾ എന്താ പറയുക, ചെറിയൊരു ചൂടുള്ളതുകൊണ്ട് നമുക്ക് കൈയും ചെറുതായിട്ട് പൊള്ളും. അപ്പോൾ അതുകൊണ്ട് പതുക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും കൊള്ളാം. എല്ലാവർക്കും ദീപാവലി ആശംസ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ലഡു ഒന്ന് ഉണ്ടാക്കി നോക്കുക. നുറുക്ക് ഗോതമ്പ് ഇപ്പം എല്ലായിടത്തും എന്താ പറയുക വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ്. ഇപ്പം മറ്റേ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ആണെങ്കിലും എല്ലായിടത്തും ഉണ്ട്. ഇപ്പം ഒരു സമയത്ത് ഇതൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ലായിരുന്നു, പക്ഷെ ഇപ്പം എല്ലായിടത്തും ഈ സാധനമൊക്കെ കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. പിന്നെ വളരെ ടേസ്റ്റിയാണ്, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു, അത് തന്നെ ഭയങ്കര നല്ല ടേസ്റ്റിയാണ്. നമ്മൾ എപ്പോഴും കടയിൽ നിന്ന് മേടിച്ച് മാത്രം നമ്മൾ കഴിക്കാതെ അതന്നെ ആഘോഷവേളകളിൽ ആനന്ദപ്രദമാക്കുക അതിനകത്ത് കാര്യം. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ പിന്നെ തൊട്ടടുത്ത് ആ ഒരു ബെല്ലുണ്ട്, ആ സാധനമൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഒരു ഓളെന്നൊരു ഓപ്ഷൻ കൂടെ ഇല്ലേ, അതും കൂടെ ചെയ്തേക്കണം. അല്ലെങ്കിൽ ചിലപ്പം നമ്മുടെ പടം കാണാതെ വരും. അങ്ങനെ എല്ലാം കാണാൻ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ നമ്മുടെ അടിപൊളി വീഡിയോസ് ഇഷ്ടംപോലെ. അപ്പം കമന്റ് ഒക്കെ പറയാം. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു ദീപാവലി സ്പെഷ്യലായിട്ട് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുള്ളത്. നമുക്ക് ഫ്രിഡ്ജിലും കൂടെ വെച്ചിട്ട് ചെറുതായിട്ടൊന്നേ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ചുക്കുപൊടിയൊക്കെ ചേർത്തില്ലേ, അതിന്റെ ടേസ്റ്റും അതെ. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും സാധനങ്ങളും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് കിടു ടേസ്റ്റ്. പഞ്ചസാരയുടെ അല്ല, ശർക്കര ആയതുകൊണ്ട് അതും വേറൊരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക. പിന്നെ വേറെ ഒന്നുമില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ദീപാവലി ആശംസ. ഹാപ്പി ദീപാവലി. അപ്പം ലഡു ഒക്കെ ആയിട്ട് എല്ലാവരും കഴിച്ചോളാം കേട്ടോ. നാളെ ദീപാവലി വളരെ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാധനം, ഉണ്ടാക്കാൻ മടിക്കരുത്. അപ്പൊ നമുക്ക് വ്യത്യസ്തമായ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും ഇപ്പോഴത്തേക്ക് ബൈ ബൈ. ബൈ.
cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.